നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ 30 വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള ഈ നേതാക്കളും ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കളൊക്കെ പറയുന്നു. ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമാണ്. 1985 ജമാഅത്തെ ഇസ്ലാമിക വോട്ട് ചെയ്യാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് വിശ്വസിച്ചവരായിരുന്നില്ല, അതറിയില്ല അല്ലേ? അങ്ങനെ അന്യ വോട്ട് ആരംഭിക്കുന്നത് 1985 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അങ്ങനെ തുടങ്ങി. 1987 തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത്. 1987 ആർക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തങ്ങളുടെ കന്നി വോട്ട് ചെയ്തത്? അതുകൂടി ഒന്ന് പരിശോധിക്കാമായിരുന്നു നിങ്ങൾ. അത് ഇടതുപക്ഷത്തിനായിരുന്നില്ല. 1992 ഇറക്കിയ പ്രബോധനത്തെ കുറിച്ച് അറിയാലോ. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പിലെ പേജ് 130 ജമാഅത്തെ ഇസ്ലാമി 70-80കളിൽ എന്നൊരു ലേഖനമുണ്ടായി. ആ ലേഖനത്തിൽ 1987 തെരഞ്ഞെടുപ്പ് നയത്തെ കുറിച്ച് പറയുന്നു. ഉദ്ധരിക്കുകയാണ്: മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമാഅത്തിന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യും. ഫാസിസ്റ്റ് ശക്തികൾ ജമാഅത്ത് വോട്ട് നൽകുകയുണ്ടായില്ല. ഇത് പ്രബോധനത്തിൽ അവർ തന്നെ എത്തിവെച്ചിരിക്കും. അപ്പോ ഇടതുപക്ഷത്തിനായിരുന്നില്ല അവരുടെ വോട്ട് എന്ന് അവർ തന്നെ പറഞ്ഞത് അംഗീകരിക്കാൻ ഇപ്പൊ പ്രയാസം കാണില്ല. പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യുക? അത് കോൺഗ്രസിനാണ് എന്ന് വ്യക്തം. 1991 കോൺഗ്രസിനുള്ള ആ പിന്തുണ ജമാഅത്തെ നല്ല രീതിയിൽ ആവർത്തിച്ചു. എന്നാൽ 1992 ഒരു സാഹചര്യമുണ്ട്. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 1996 അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല. തങ്ങൾ നിരോധിച്ചവർക്കെതിരെ അണിനിരത്താൻ തയ്യാറാവും. അപ്പോ കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ടെന്ന നിലക്ക് അവര് 1996 തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന നിലയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു. അതിലെ സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത്. അവിടെയാണ് ഇന്നലെ TKMC ഉദാഹരണം ഞാൻ പറഞ്ഞു. ആർക്കായിരുന്നു വോട്ട് ചെയ്തത്? വേറെ ചില ഘട്ടങ്ങളിൽ അവര് സ്വയമേവ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2006-2011 ഘട്ടത്തിൽ
എസിന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിലെത്താനാണ്. അന്ന് ഇടതുവിരുദ്ധ വിശാല മുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജമായത്തിന്റെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി സർക്കാരിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള കോലാഹലങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കിനാലൂർ വിഷയമൊക്കെ അവര് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവർക്ക് ഫുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഫുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല. UDF-കാർക്കുള്ള പ്രചരണ മെറ്റീരിയലുകൾ ഇപ്പൊ തയ്യാറാക്കുന്നതിന് പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. UDF-ന്റെ പല വിധത്തിലുള്ള നുണപ്രചരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, നുണയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ആ നുണ പലവട്ടം ശക്തമായി ആവർത്തിച്ച് പറഞ്ഞാൽ നല്ലൊരു ഭാഗം ആളുകൾ വിശ്വസിക്കാനിടയുണ്ട് എന്ന സിദ്ധാന്തം നല്ലതുപോലെ അവരുടെ എടുത്തുപയോഗിക്കുക. ഇത് UDF-ന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. അപ്പോ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സുവ്യക്തമായിട്ടുള്ളതാണ്.